ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ സെഷനെ ഇരു കൈ നീട്ടി സ്വീകരിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഒരുപാട് സ്നേഹം. നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 22 വർഷം നീണ്ട കരിയറിനൊടുവിൽ 45-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ. 22 വർഷം നീണ്ട കരിയറിനൊടുവിൽ 45-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനാണ് ഇദ്ദേഹം. 2 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായിട്ടുള്ള ആളാണ് രോഹൻ ബൊപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് കൂടി ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. രോഹൻ ബൊപ്പണ്ണ ATP മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേരളം. ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേരളത്തെയാണ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി. അതായത് നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. 2021 അതിദാരിദ്ര്യമുക്ത യജ്ഞം സർക്കാർ തുടങ്ങിയത്. 2021 തുടങ്ങിയ അതിദാരിദ്ര്യമുക്ത യജ്ഞം വഴിയാണ് ഇപ്പോൾ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേരള ഹെൽത്ത് ടൂറിസം ആൻഡ് ഗ്ലോബൽ ആയുർവേദ സബ്മിറ്റ് ആൻഡ് എക്സ്പോ 2025 വേദിയായത് കറുകുറ്റി, എറണാകുളം. കേരള ഹെൽത്ത് ടൂറിസം ആൻഡ് ഗ്ലോബൽ ആയുർവേദ സബ്മിറ്റ് ആൻഡ് എക്സ്പോ 2025 വേദിയായത് കറുകുറ്റി, എറണാകുളം. മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ പ്ലസ് പ്രതിരോധ മന്ത്രിമാരുടെ 12ാമത് യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നത് രാജ്നാഥ് സിംഗ്. മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ പ്ലസ് പ്രതിരോധ മന്ത്രിമാരുടെ 12ാമത് യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നത് രാജ്നാഥ് സിംഗ്. എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നത്? ഇത് പ്രതിരോധ മന്ത്രിമാരുടെ യോഗമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ പ്ലസ് പ്രതിരോധ മന്ത്രിമാരുടെ 12ാമത് യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഗുണഭോക്താക്കൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കാസ്പ് ഹെൽത്ത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഗുണഭോക്താക്കൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കാസ്പ് ഹെൽത്ത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വർഷം തോറും പരമാവധി 5 ലക്ഷം രൂപയുടെ പണരഹിത ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വർഷം തോറും പരമാവധി 5 ലക്ഷം രൂപയുടെ പണരഹിതമായ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ്. ഈ കാസ്പ് ഹെൽത്ത് ആപ്പ് പ്രകാശനം ചെയ്ത ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജാണ് കാസ്പ് ഹെൽത്ത് ആപ്പ് പ്രകാശനം ചെയ്തത്. അടുത്ത ചോദ്യം, ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ്. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ കാർഡ് പ്രകാശനം ചെയ്ത ഗതാഗത മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. ഹാപ്പി ലോങ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ കാർഡ് പ്രകാശനം ചെയ്തത് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറാണ്. 2025 CII കേരള ഹെൽത്ത് മെഡിക്കൽ ടൂറിസം അവാർഡ് ലഭിച്ച ആശുപത്രി തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റൽ. 2025 CII കേരള ഹെൽത്ത് മെഡിക്കൽ ടൂറിസം അവാർഡ് ലഭിച്ച ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ പട്ടം SUT ഹോസ്പിറ്റൽ. കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയുടെ കേരള ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടൂറിസം അവാർഡ് ലഭിച്ച ആയുർവേദ ആശുപത്രിയാണ് കൊച്ചി സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ. കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയുടെ കേരള ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടൂറിസം അവാർഡ് ലഭിച്ച ആയുർവേദ ആശുപത്രിയാണ് കൊച്ചി സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് നൽകുന്ന രജിസ്ട്രേഷൻ നമ്പർ ആരംഭിക്കുന്നത് KL 90. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് നൽകുന്ന രജിസ്ട്രേഷൻ നമ്പർ ആരംഭിക്കുന്നത് KL 90. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സീരീസ് ആരംഭിക്കുന്നത് KL 90. അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് നൽകുന്ന രജിസ്ട്രേഷൻ നമ്പർ KL 90 ആരംഭിക്കുന്നു. ഇത്
ഈ രീതിയിലല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സീരീസ് ആരംഭിക്കുന്നത് KL 90. ഇത് ഓർത്ത് വെക്കുക. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സീരീസ് ആരംഭിക്കുന്നത് KL 90 അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് KL 90A അല്ലെങ്കിൽ KL 90E, KL 90A അല്ലെങ്കിൽ KL 90E. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ KL 90B അല്ലെങ്കിൽ KL 90F. ഇനി ബോർഡ്, കോർപ്പറേഷനുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ KL 90C, KL 90C. ശബരിമല മണ്ഡലകാലത്ത് ഓൺലൈൻ വെർച്വൽ ബുക്കിംഗിൽ ഇൻഷുറൻസ് എടുത്ത തീർത്ഥാടകർ മലകയറ്റത്തിൽ മരിച്ചാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക 5 ലക്ഷം രൂപ. ശബരിമല മണ്ഡലകാലത്ത് ഓൺലൈൻ വെർച്വൽ ബുക്കിംഗിൽ ഇൻഷുറൻസ് എടുത്ത തീർത്ഥാടകർ മലകയറ്റത്തിൽ മരിച്ചാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക 5 ലക്ഷം രൂപയാണ്. എന്നാൽ അസുഖബാധിതരായവർ തീർത്ഥാടനത്തിനിടെ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന ധനസഹായം 3 ലക്ഷം രൂപയാണ്. അസുഖബാധിതരായവരാണ് തീർത്ഥാടനത്തിനിടെ മരണപ്പെടുന്നതെങ്കിൽ ആശ്രിതർക്ക് ലഭിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ ധനസഹായം. സീ പ്ലെയിൻ സർവീസിന് കേരളത്തിന് കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുവദിച്ച റൂട്ടുകളുടെ എണ്ണം 48. സീ പ്ലെയിൻ സർവീസിന് കേരളത്തിന് കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുവദിച്ച റൂട്ടുകളുടെ എണ്ണം 48. കേരളം സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയത് കൊച്ചി മുതൽ ഇടുക്കി മാട്ടുപ്പെട്ടി വരെ. കേരളം സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയത് കൊച്ചി മുതൽ ഇടുക്കി മാട്ടുപ്പെട്ടി വരെയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായ ഓസ്കാർ പുരസ്കാര ജേതാവാണ് റസൂൽ പൂക്കുട്ടി. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് കുക്കു പരമേശ്വരൻ. ഈ കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനായ ഓസ്കാർ പുരസ്കാര ജേതാവാണ് റസൂൽ പൂക്കുട്ടി. അതേസമയം വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് കുക്കു പരമേശ്വരൻ. തെലങ്കാന മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ. തെലങ്കാന മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് മുഹമ്മദ് അസ്ഹറുദ്ദീൻ. നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയാണ് A. രേവന്ത് റെഡ്ഡി. നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രി ആരാണ്? അത് A. രേവന്ത് റെഡ്ഡിയാണ്. ഏത് രാജ്യവുമായാണ് ഇന്ത്യ 10 വർഷത്തെ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്? അമേരിക്കയുമായി. ഏതു രാജ്യവുമായാണ് ഇന്ത്യ 10 വർഷത്തെ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്? അമേരിക്കയുമായി. ആ സമയത്ത് ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, US പ്രതിരോധ സെക്രട്ടറി, നിലവിലെ US പ്രതിരോധ സെക്രട്ടറിയാണ് പീറ്റർ ഹെഗ്സത്ത് ആണ് നിലവിലെ US പ്രതിരോധ സെക്രട്ടറി. അടുത്തിടെ ലണ്ടനിൽ 13.6 ദശലക്ഷം ഡോളറിന്, അതായത് ഏകദേശം 120 കോടി രൂപയ്ക്ക് ലേലം ചെയ്ത 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ പെയിൻറ്റിംഗ് ആണ് എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ്. അടുത്തിടെ ലണ്ടനിൽ 13.6 ദശലക്ഷം ഡോളറിന് ലേലം ചെയ്ത 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ പെയിൻറ്റിംഗ് ആണ് എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ്. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി അഥവാ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ സമീർ സക്സേനയാണ്. ആരാണ്? വൈസ് അഡ്മിറൽ സമീർ സക്സേന. നമുക്ക് അടുത്ത PSC പരീക്ഷയിൽ ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നവംബർ 3 പ്രകാശനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം. EP ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. ഇത് പ്രകാശനം ചെയ്യുന്നത് നവംബർ 3-നാണ്. ഓക്കെ, അപ്പം നമ്മൾ ആലോചിച്ച് വെക്കുക, നവംബർ 3-ന് പ്രകാശനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. 2025 നവംബറിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത്? 94-ാമത്. 2025 നവംബറിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിൻ്റെ 94-ാമത് വാർഷികമാണ് ആചരിക്കുന്നത്. മലയാള കലാനിലയം പുരസ്കാരത്തിന് അർഹനായ നാടകനടനും നാടൻ പാട്ടുകാരനുമായ വ്യക്തിയാണ് ജയചന്ദ്രൻ തകഴിക്കാരൻ. മലയാള കലാനിലയം പുരസ്കാരത്തിന് അർഹനായ നാടകനടനും നാടൻ പാട്ടുകാരനുമായ വ്യക്തിയാണ് ജയചന്ദ്രൻ തകഴിക്കാരൻ. അടുത്ത ചോദ്യം, റഷ്യ പുറത്തിറക്കിയ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണാണ് പോസിഡോൺ. റഷ്യ പുറത്തിറക്കിയ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണാണ്
പോസിഡോൺ. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ലക്നൗ. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് ലക്നൗ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ സൗരയൂഥത്തിലേക്ക് പ്രവേശിച്ച അജ്ഞാത ഗോളഗ്രഹത്തിന് നൽകിയ പേര് 3I അറ്റ്ലസ്. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ സൗരയൂഥത്തിലേക്ക് പ്രവേശിച്ച അജ്ഞാത ഗോളഗ്രഹത്തിന് നൽകിയ പേരാണ് 3I അറ്റ്ലസ്. 3I അറ്റ്ലസ്. ഗൗരിയമ്മ ഫൗണ്ടേഷൻ 2 വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന KR ഗൗരിയമ്മ അന്തർദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തക അരുണ റോയ്. ഗൗരിയമ്മ ഫൗണ്ടേഷൻ 2 വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന KR ഗൗരിയമ്മ അന്തർദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തകയാണ് അരുണ റോയ്. പുരസ്കാരം 1,00,000 രൂപയും മൊമെൻറ്റോയും പ്രശസ്തി പത്രവുമാണ്. പുരസ്കാരം 1,00,000 രൂപയും മൊമെൻറ്റോയും പ്രശസ്തി പത്രവുമാണ്. കേരള സ്മോൾ സ്കെയിൽ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവിഷ്കരിച്ച പുതിയ ബ്രാൻഡ് ജീവജലം. കേരള സ്മോൾ സ്കെയിൽ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവിഷ്കരിച്ച പുതിയ ബ്രാൻഡാണ് ജീവജലം. 20 ലിറ്റർ ക്യാൻ വെള്ളത്തിന് 40 രൂപയാണ്. അതായത് 1 ലിറ്ററിന് 2 രൂപ മാത്രം. 20 ലിറ്റർ ക്യാൻ വെള്ളത്തിന് 40 രൂപയാണ്. അതായത് 1 ലിറ്ററിന് വെറും 2 രൂപ മാത്രം. കേരളീയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ നിലവിൽ വന്നത് 1 നവംബർ 2025. 2025 നവംബർ 1 കേരളീയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ നിലവിൽ വന്നത്. നോർക്ക കെയർ നിലവിൽ വന്നത് എപ്പോഴാണ്? നവംബർ 1, 2025. ഇനി നോർക്ക കെയർ പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി എന്ന് പറയുന്നത് 30 നവംബർ 2025. നോർക്ക കെയർ പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി 30 നവംബർ 2025. വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ മലയാളമിത്രം അവാർഡിന് അർഹയായ കന്നഡ സാഹിത്യകാരി ഡോക്ടർ പാർവതി ജി ഐതൽ. വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ മലയാളമിത്രം അവാർഡിന് അർഹയായ കന്നഡ സാഹിത്യകാരിയാണ് ഡോക്ടർ പാർവതി ജി ഐതൽ. ഡോക്ടർ പാർവതി ജി ഐതൽ. സംസ്ഥാനത്ത് വിപുലീകരിക്കാൻ ഒരുങ്ങുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. സംസ്ഥാനത്ത് വിപുലീകരിക്കാൻ ഒരുങ്ങുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. ഹോം ഷോപ്പ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-3. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് CMS-3. ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. GSAT-7R എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. GSAT-7R എന്നും ഇത് അറിയപ്പെടുന്നു. നാവികസേനയ്ക്ക് മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉപഗ്രഹത്തിൻ്റെ ദൗത്യം. നാവികസേനയ്ക്ക് മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉപഗ്രഹത്തിൻ്റെ ദൗത്യം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇത് വിക്ഷേപിച്ചത് നവംബർ 2, 2025 വൈകുന്നേരം 5:26 അതായത് ഇന്ന് വൈകുന്നേരം 5:26 നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇത് വിക്ഷേപിച്ചത്. ഈ ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ഈ ഉപഗ്രഹത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 4410 കിലോഗ്രാം ആണ്. ഈ ഉപഗ്രഹത്തിൻ്റെ CMS-3യുടെ ഭാരം എന്ന് പറയുന്നത് 4410 കിലോഗ്രാം ആണ്. ഇത് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്നത് LVM-3 ആണ്. LVM-3. സമുദ്രമേഖലകളിലെ ഡിജിറ്റൽ കവറേജും ആശയവിനിമയ സേവനങ്ങളും ശക്തിപ്പെടുത്തുക എന്നതാണ് CMS-3 ആശയവിനിമയ ഉപഗ്രഹം ലക്ഷ്യമിടുന്നത്. CMS-3 ആശയവിനിമയ ഉപഗ്രഹം ലക്ഷ്യമിടുന്നത് എന്താണ്? സമുദ്രമേഖലകളിലെ ഡിജിറ്റൽ കവറേജും ആശയവിനിമയ സേവനങ്ങളും ശക്തിപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഒരു വാർത്താവിനിമയ ഉപഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം, ISRO വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് എന്ത്? CMS-3. ഇതിന് 4410 കിലോഗ്രാം ഭാരമുണ്ട്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LVM-3 ആണ്. 2025 നവംബറിൽ കേരള നവോത്ഥാന നായകൻ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ആചരിക്കുന്നത്? 162ാമത്. 2025 നവംബറിൽ കേരള നവോത്ഥാന നായകൻ ഡോക്ടർ പൽപുവിൻ്റെ 162ാമത് ജന്മവാർഷികമാണ് ആചരിക്കുന്നത്.
അപ്പോൾ ചോദിക്കും ഇദ്ദേഹം ജനിച്ചത് എപ്പോഴാണെന്നല്ലേ. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2-നാണ്. ഡോക്ടർ പൽപ്പു ജനിച്ചത് എപ്പോഴാണ്? 1863 നവംബർ 2-നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പേട്ട, തിരുവനന്തപുരം. പേട്ട, തിരുവനന്തപുരത്ത് 1863 നവംബർ 2-നാണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. അപ്പോൾ 2025 നവംബറിൽ അദ്ദേഹത്തിൻ്റെ 162ാമത് ജന്മവാർഷികം. KSRTCയുടെ ആദ്യ വാഹനപുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് വികാസ് ഭവൻ ഡിപ്പോ, തിരുവനന്തപുരം. KSRTCയുടെ ആദ്യ വാഹനപുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് വികാസ് ഭവൻ ഡിപ്പോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി വാഹനപുക പരിശോധന കേന്ദ്രം ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. സംസ്ഥാനത്ത് ആദ്യമായി വാഹന പുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ഈ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് പ്രമോദ് ശങ്കർ. KSRTCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് പ്രമോദ് ശങ്കർ. അപ്പോൾ KSRTCനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിനെ കൂടി ആലോചിച്ച് വെക്കാം. കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് KSRTCയുടെ ആദ്യ വാഹനപുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് വികാസ് ഭവൻ ഡിപ്പോ, തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി വാഹനപുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. KSRTCയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തിയാണ് പ്രമോദ് ശങ്കർ. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. 2025 മലയാള ഭാഷാ ദിനാഘോഷത്തിൻ്റെയും ഭരണഭാഷാ വാരാഘോഷത്തിൻ്റെയും ഭാഗമായി പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടവരാണ് KK സരസമ്മ, MM ബഷീർ എന്നിവർ. മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് ഇവരെ ആദരിച്ചത്. 2025 മലയാള ഭാഷാ ദിനാഘോഷത്തിൻ്റെയും ഭരണഭാഷാ വാരാഘോഷത്തിൻ്റെയും ഭാഗമായി പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടവരാണ് KK സരസമ്മ, MM ബഷീർ എന്നിവർ. അടുത്ത ചോദ്യം, അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ഇലക്ഷൻ കമ്മീഷന്റെ SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി സംബന്ധിച്ച വിവരങ്ങൾ അറിയാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1950. 1950. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. എന്നാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേരളം A. ഷാജഹാനാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ഇലക്ഷൻ കമ്മീഷന്റെ SIR സർവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1950 അല്ലെങ്കിൽ 1950. അതുപോലെ നിലവിൽ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് A. ഷാജഹാൻ. അതുപോലെ കേരള കലാമണ്ഡലം സർവകലാശാല ഫെലോഷിപ്പ് 2024 പ്രഖ്യാപിച്ചു. അതിൽ കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം V. സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം കഥകളി സംഗീതം ചെയ്യുന്ന ആളാണ്. കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം V. സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം പ്രഭാകരനാണ്. അദ്ദേഹം തുള്ളൽ കലാകാരനാണ്. തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം പ്രഭാകരനാണ്. അദ്ദേഹം തുള്ളൽ കലാകാരനാണ്. പട്ടിക്കാംതൊടി രാവുണ്ണി മേനോൻ ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം MPS നമ്പൂതിരിക്കാണ്. അദ്ദേഹം കഥകളി വേഷം ചെയ്യുന്നു. പട്ടിക്കാംതൊടി രാവുണ്ണി മേനോൻ ഫെലോഷിപ്പ് ലഭിച്ചത് കലാമണ്ഡലം MPS നമ്പൂതിരിക്കാണ്. അദ്ദേഹം കഥകളി കലാകാരനാണ്. അടുത്ത ചോദ്യം, ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ ചീക്കല്ലൂർ. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ ചീക്കല്ലൂർ. ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ജൻജാതീയ ഗൗരവ വർഷത്തിൻ്റെ ഭാഗമായാണ് അവാർഡ് നൽകുക. ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ജൻജാതീയ ഗൗരവ വർഷത്തിൻ്റെ ഭാഗമായാണ് അവാർഡ് നൽകുക. 2007 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് പുകവലി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് മാലിദ്വീപ്. 2007 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് പുകവലി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് മാലിദ്വീപ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് തലമുറ നിരോധനം ഏർപ്പെടുത്തുന്ന ഏക രാജ്യമാണ് മാലിദ്വീപ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് തലമുറ നിരോധനം ഏർപ്പെടുത്തുന്ന ഏക രാജ്യമാണ് മാലിദ്വീപ്. നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റാണ് മുഹമ്മദ് മുയിസു. പഞ്ചാബിലെ പാട്യാലയിൽ നടക്കുന്ന അഖിലേന്ത്യാ ഷോട്ട് ഗൺ ചാമ്പ്യൻഷിപ്പിൽ ട്രാപ്പ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം മിയ അന്ന.
പഞ്ചാബിലെ പാട്യാലയിൽ നടക്കുന്ന അഖിലേന്ത്യാ ഷോട്ട് ഗൺ ചാമ്പ്യൻഷിപ്പിൽ ട്രാപ്പ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരമാണ് മിയ അന്ന. കേരളത്തിന് വേണ്ടി ട്രാപ്പ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടുന്ന ആദ്യ താരമാണ്. കേരളത്തിന് വേണ്ടി ട്രാപ്പ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടുന്ന ആദ്യ താരമാണ് മിയ അന്ന. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും കേരള സർവകലാശാല ബോട്ടണി വിഭാഗം മേധാവിയും സയൻസ് വിഭാഗം ഡീനുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ CA നൈനാൻ. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും കേരള സർവകലാശാല ബോട്ടണി വിഭാഗം മേധാവിയും സയൻസ് വിഭാഗം ഡീനുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ CA നൈനാൻ. അടുത്ത ചോദ്യം, ഈജിപ്തിൽ അനാച്ഛാദനം ചെയ്ത ഒരൊറ്റ നാഗരികതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം കെയ്റോ. ഈജിപ്തിൽ അനാച്ഛാദനം ചെയ്ത ഒരൊറ്റ നാഗരികതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം കെയ്റോ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം കെയ്റോ. ഗിസ പിരമിഡിന് സമീപത്തുള്ള മ്യൂസിയത്തിന് വേണ്ടി മാത്രം പ്രത്യേകം വിമാനത്താവളവും മെട്രോ റെയിലും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, നിലവിലെ ഈജിപ്ത് പ്രസിഡന്റാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഈജിപ്ത് പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് പറയാനായിട്ടുള്ളത്. ഇത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഓടിച്ചെങ്കിലും നോക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.